ഹലോ ഗൈസ്, നമുക്കൊരു 3 വോൾട്ട് 9 വാട്ട്സിൻ്റെ ഒരു LED ഉണ്ടാക്കിയാലോ? LED പാനൽ. ആവശ്യമായ സാധനങ്ങൾ: ഒരു LED പാനൽ, ഒരു ഹീറ്റ് സിങ്ക്, ഒരു വയറിൻ്റെ ഔട്ടർ പീസ്. അത് ഹീറ്റ് സിങ്കിലേക്ക് കയറ്റി വെക്കണം. കുറേ ശ്രമിച്ചിട്ടാണ് അത് കയറ്റിയിടാൻ പറ്റുന്നത്. അതിൻ്റെ അഗ്രഭാഗം കുറച്ച് ഷേപ്പാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ പ്ലെയർ വെച്ച് അത് ഷേപ്പാക്കിയതിന് ശേഷം ഹീറ്റിങ്ങിൻ്റെ ഉള്ളിൽ കടത്തിയിട്ടു. എന്നിട്ട് അവിടെ സ്ക്രൂ ചെയ്യുക. ഇതുപോലെ ഇട്ട് കടത്തിയിട്ടതിന് ശേഷം അതിൻ്റെ 2 സ്ക്രൂ എടുത്ത് സ്ക്രൂ ചെയ്യുക. ഇതുപോലെ കടത്തിയിടുക. ഓക്കെ, അതിനുശേഷം സ്ക്രൂ ചെയ്യുക. ഇതുപോലെ സ്ക്രൂ ചെയ്തിരിക്കുക. അടുത്തതായി കുറച്ച് LED എടുക്കുക. അത് പീസാക്കി എടുത്തതിന് ശേഷം വെച്ച് നോക്കുക കറക്റ്റാണോ. അതിനുശേഷം അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ഈ വയറാണ്, നെഗറ്റീവ് ഗ്രേ കളറും പോസിറ്റീവ് വൈറ്റ് കളറുമാണ്. അത് LED-യുടെ 2 അഗ്രഭാഗങ്ങളിൽ മുട്ടിച്ചാൽ അതിലേതാണ് പോസിറ്റീവ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ഇതാണ്, ആ നീളമുള്ള ഭാഗം. അതൊരു നൈഫ് ഉപയോഗിച്ച് അവിടുത്തെ കോട്ടിങ് കളഞ്ഞ് വെക്കുക. ഒരു സൈഡ് മാത്രം കളഞ്ഞു വെക്കുക, 2 സൈഡും കളയാൻ പാടില്ല. അങ്ങനെ എല്ലാത്തിൻ്റെതും കണ്ടുപിടിക്കുക. അതിനുശേഷം LED പാനലിൽ ഇതുപോലെ അടുക്കി വെക്കുക. അതായത് പോസിറ്റീവെല്ലാം നമ്മൾ ചിരണ്ടിയതെല്ലാം ഒരേ ഭാഗം വരുന്ന രീതിയിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. അതിന് കുറച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടും കൂടി ഇടണം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം ഒരുപോലെ വരുന്ന രീതിയിൽ ഒട്ടിക്കുക. ഇതുപോലെ എല്ലാം ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടെയും ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം കറക്റ്റാണോ. പോസിറ്റീവ് എല്ലാം ഒരു ഭാഗം തന്നെയാണോ, നെഗറ്റീവ് എല്ലാം ഒരു ഭാഗം തന്നെയാണോ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ എല്ലാം ഒരുപോലെയാണ് കാണുന്നത്, എല്ലാം കത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ കളിയുണ്ടായിരുന്നു. ശരിക്കും നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല. The night has come, it's cold and losing my control. Your light is gone and lonely darkness fill my soul. I wish that you could save me from my isolation. അത് നേരെ തിരിച്ചായിരുന്നു കൊടുത്തിട്ടില്ല. ഇപ്പുറത്തെ സൈഡ് വലത് സൈഡ് പോസിറ്റീവ്, ഇടത് സൈഡ് നെഗറ്റീവ് വരുന്ന രീതിയിൽ. അതായത് അപ്പുറത്തതിൻ്റെ നെഗറ്റീവ് ഇപ്പുറത്തതിൻ്റെ നെഗറ്റീവും ഒരേ സൈഡ് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാവുമ്പോൾ നമുക്ക് കണക്ഷൻ ചെയ്യാൻ എളുപ്പമാണ്. അതിനുശേഷം ഒരു സ്റ്റീവ് കളഞ്ഞ് ഒരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് സിംഗിൾ സ്റ്റാൻഡ് വയറെടുത്തിട്ട് അതിൽ കുറച്ച് ലെഡ് ആക്കി ഇനിയിപ്പോൾ ആ വയർ ഉപയോഗിച്ച് പോസിറ്റീവ് എല്ലാം ഒരു ഭാഗവും നെഗറ്റീവ് എല്ലാം ഒരു ഭാഗവും കണക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഭാഗമാണ്. നമ്മളവിടെ കുറച്ച് നൈഫ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയിരുന്നില്ലേ, മാർക്ക് ചെയ്ത്
ഭാഗങ്ങളിലെല്ലാം ലെഡ് പിടിപ്പിക്കുക. പിടിപ്പിച്ചതിന് ശേഷം നേരത്തെ എടുത്ത ആ സിംഗിൾ സ്റ്റാൻഡ് വയർ അതിൽ കുറച്ച് ലെഡ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ച് അവിടെ സോൾഡർ ചെയ്യുക. പോസിറ്റീവ് എല്ലാം ഒരു വശം വരുന്ന രീതി. വയറിൻ്റെ പീസ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നെഗറ്റീവ് സൈഡിലെ എല്ലാ ഭാഗങ്ങളിലും ലെഡ് പിടിപ്പിക്കുക. ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ഒരു ലെയർ മാത്രമാണ്, അതായത് 2 ലെയറായിട്ടാണ് LED വെച്ചിട്ടുള്ളത്. അതിൽ ഒരു സൈഡ് ലെയർ മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പോസിറ്റീവ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെഗറ്റീവ് എല്ലാം കണക്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം കത്തുന്നുണ്ടോ എന്ന്. ഇപ്പോൾ എല്ലാം കത്തുന്നുണ്ട്. നല്ല പ്രകാശമുണ്ട്, കണ്ടാലറിയാം. ഒരു സൈഡ് മാത്രമേ ആയുള്ളൂ. ഇനി അടുത്ത ലെയറും കൂടി നമുക്ക് കണക്ട് ചെയ്യാം. ഇതുപോലെ പോസിറ്റീവ് എല്ലാം ഒരു ഭാഗവും നെഗറ്റീവ് എല്ലാം ഒരു ഭാഗവും കണക്ട് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റത്തെ ലെയറിൻ്റെ പോസിറ്റീവും രണ്ടാമത്തെ ലെയറിൻ്റെ പോസിറ്റീവും കൂടി കണക്ട് ചെയ്യുക. അതുപോലെ ഫസ്റ്റത്തെ ലെയറിൻ്റെ നെഗറ്റീവും സെക്കൻഡ് ലെയറിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോസിറ്റീവ് എന്ന് വെച്ചാൽ 2 സൈഡും നെഗറ്റീവ് സെൻറ്ററിലുമാണ്. അപ്പോൾ നല്ല പ്രകാശമുണ്ട്, കണ്ടാലറിയാം. അടുത്തതായി അതിൻ്റെ ഉള്ളിൽ കൂടി 2 വയർ എടുക്കുക. അതിനുശേഷം പോസിറ്റീവ് റെഡും നെഗറ്റീവ് വൈറ്റുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പാനലിലേക്ക് കണക്ട് ചെയ്യുക. നെഗറ്റീവ് ഇടുന്നത് പാനലിൻ്റെ സെൻറ്റർ ഭാഗമാണ്. പോസിറ്റീവ് 2 സൈഡാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ വയർ അവിടെ ഗമ്മ് വെച്ച് ഒട്ടിക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്ലസ് ക്വിക്കാണ്. അതാകുമ്പോൾ അവിടെ ഒട്ടിയതുപോലെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അത് അവിടുന്ന് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അടുത്തതായി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്, ലിഥിയം അയൺ ബാറ്ററി. ഇതിലിപ്പോൾ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ഉണ്ട്. ഒരു 10 വാട്ട്സ് LED അതേ പവറുണ്ട്. നിങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ ഫുൾ ഇരുട്ടാണ്. ഓക്കെ, നല്ല ലൈറ്റ് ഉണ്ട്, പൊളി തന്നെ. വാവ്.